ഹലോ ഗായ്സ്, നമുക്കിന്ന് ഒരു മിനി ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാം. സോ ഞാൻ കുറേ നാളുകൾ കൊണ്ട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന ഒരു സാധനം കൂടാണ് മിനി ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നത്. സോ ഞാൻ മിനി ഡസ്റ്റ്ബിൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട്. സോ അത് എനിക്ക് നന്നായിട്ട് യൂസ് ആയിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇത് പോകുമ്പോൾ നമുക്ക് വേറൊരു മിനി ഡസ്റ്റ്ബിൻ ഉണ്ടാക്കണം. അങ്ങനെ ആദ്യത്തെ ഡസ്റ്റ്ബിൻ പോയി ഗായ്സ്. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ഒരെണ്ണം ഉണ്ടാക്കാൻ. അങ്ങനെ നേരെ തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മരുന്നെടുത്തു. അതിന് ശേഷം പിങ്ക് കളർ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തു. കവർ ചെയ്യാൻ അധികം പാടൊന്നും അല്ലല്ലോ, സിമ്പിളല്ലേ കളർ ചെയ്യാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ തന്നെ കളർ പരിപാടിയിലേക്ക് ഞാൻ കടന്നു. അങ്ങനെ ഇതേ പശയൊക്കെ തേച്ച് ഇത് കളർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ചെറുതായിട്ട് ചതിച്ചു. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ തേച്ചണം എവിടെയാണ്, തേക്കാവണം അവിടെയാണ് എന്ന് നമുക്ക് അതിനെ തെളിഞ്ഞ് കാണാം. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ആദ്യം പുതിയ വിഷയല്ലേ, ചെറിയതൊക്കെ കാണും. വിട്ടുകള. അതിനുശേഷം ദേ 4 സെല്ലിനൊക്കെ കട്ട് ചെയ്തു സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കവർ ചെയ്യാൻ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനെയാണ് കാണിക്കാത്തത്. അതിനുശേഷം നമുക്ക് കുറച്ച് മിനുക്ക് പരിപാടിയിലൊക്കെ കിടന്നാലോ. മിനുക്ക് പരിപാടി പിന്നെ പണ്ട് ഈ സിമ്പിളായതുകൊണ്ട് ഞാൻ മിനുക്ക് പരിപാടിയിലേക്ക് കിടന്നു. വേറെ ഒന്നുമില്ല, ഏതോ ഒരു വാ പോലൊക്കെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ വാ പോലെ വരച്ചത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കട്ട് ചെയ്തു. അതിന് റെഡ് പേപ്പറിനകത്ത് ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തു. ഇങ്ങനെ വരച്ചതിനകത്ത് മുകളിൽ വരച്ചൊരു സാധനം ഉണ്ടല്ലോ, അത് മാത്രം പശ വെച്ച് ഒട്ടിച്ചാൽ മതി, മറ്റേത് ഒട്ടിക്കരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിനുശേഷം ഞാൻ പ്രിൻ്റ് സ്റ്റിക്കേഴ്സ് എടുത്തു. ഞാൻ നോക്കി എനിക്ക് ചേരുന്നെന്തെങ്കിലും, അതായത് അതിനകത്ത് ചേരുന്ന എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഉണ്ടോയെന്ന്. ബട്ട് ഒന്നും എനിക്ക് ചേർന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കവായ് സ്റ്റിക്കേഴ്സ് തന്നെ പറ്റത്തുള്ളൂ. എനിക്കറിയാമെങ്കിലും ഞാൻ ഈ ഒരു പ്രിൻ്റ് സ്റ്റിക്കേഴ്സ് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് തപ്പി. അതിനുശേഷം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കി. പക്ഷേ നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സിന് അത്രയും വരാത്തതുകൊണ്ട് ഞാനൊരു കവായ് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ചെറിയൊരു സെറ്റ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനകത്ത് ഡസ്റ്റൊക്കെ പോകും. എങ്ങനെ അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എന്താ പറയുക, എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് നിൽക്കും. സോ വർക്കാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.